ടെക്സ് നെക്ക് സിൻഡ്രോം. പേര് നമുക്കത്ര പരിചയം ഉണ്ടാവില്ല, പക്ഷെ നമ്മളിൽ പലർക്കും ഈ ഒരു കണ്ടീഷൻ ഉണ്ടായിരിക്കും. നമ്മളിൽ പല ആളുകളും ഫോൺ ഇങ്ങനെ ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കും. എന്തിനാ? ഈ വീഡിയോ വരെ നിങ്ങളിപ്പോൾ കാണുന്നത് തല ഇങ്ങനെ വെച്ചിട്ടായിരിക്കാം. അപ്പം അങ്ങനെയുള്ള ഒരാളുകൾക്ക് വരുന്ന ഒരു കണ്ടീഷനാണ് ടെക്സ് നെക്ക് സിൻഡ്രോം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കഴുത്തിന് ഈ ന്യൂട്രൽ പൊസിഷനിൽ വെക്കുന്ന സമയത്ത് നമ്മുടെ സ്പൈനിൻ്റെ മുകളിൽ, അതായത് സെർവൈക്കൽ സ്പൈനിൻ്റെ മുകളിൽ വരുന്ന ഒരു വെയിറ്റ് എന്ന് പറയുന്നത് 5 കിലോ ആണ്. അത് കഴുത്തിൻ്റെ ആംഗിൾ മാറുന്നതിനനുസരിച്ച് ആ സ്പൈനിൻ്റെ മുകളിലേക്ക് വരുന്ന വെയിറ്റ് കൂടി വരികയാണ് ചെയ്യുന്നത്. അതൊരു 15 ഡിഗ്രിയിലേക്ക് പോകുന്ന സമയത്തേക്ക് ഈ വെയിറ്റ് 12 kg വരെ കൂടുകയാണ്. അത് ഇങ്ങനെ ഒരു 60 ഡിഗ്രി ആംഗിളിലേക്ക് പോകുന്ന സമയത്ത് ആ വെയിറ്റ് 27 kg വരെ എത്തുന്നുണ്ട്. അതായത് 27 കിലോ കഴുത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇരിക്കുന്നത് പോലെയാണ് കഴുത്ത് ഈ ഒരു പൊസിഷനിൽ വെച്ച് നമ്മൾ ഗാഡ്ജറ്റ്സ് ഉപയോഗിക്കുന്ന സമയത്ത് വരുന്നത്. ഇതിങ്ങനെ സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രമായിരിക്കില്ല. ഒരുപാട് ആളുകൾ ഇപ്പം വർക്ക് ചെയ്യുന്നത് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഉപയോഗിച്ചിട്ടാണ്. ഫോണോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ ഒക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ആളുകൾക്ക് ഇത് ഇങ്ങനെ സ്ഥിരമായിട്ട് ഈ ഒരു പൊസിഷനിൽ വരുന്ന സമയത്തേക്കും പിന്നെ അതൊരു നെക്ക് പെയിനിലേക്ക് പോവാം, അല്ലെങ്കിൽ അപ്പർ ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ, അല്ലെങ്കിൽ തലവേദന, കയ്യിലേക്ക് വരുന്ന തരിപ്പ്, വീക്ക്നെസ്, അങ്ങനെ പല ലക്ഷണങ്ങളായിട്ട് വരാറുണ്ട്. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യൂസേജ് വരുമ്പോൾ അതൊരു ക്രോണിക് പെയിനിലേക്ക് മാറും. പിന്നീട് അത് നമ്മുടെ മസിൽസിന് ഇംബാലൻസ് ഉണ്ടാക്കാം. അതായത് ഈ കഴുത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന മസിൽസിന് സ്ട്രെങ്ത് കുറയുക, അല്ലെങ്കിൽ ടൈറ്റ്നെസ് വരിക, അങ്ങനെയുള്ള കണ്ടീഷനിലേക്ക് പോകാം. സ്പൈനൽ മിസ് അലൈൻമെൻറ്റ് വരും. നമ്മുടെ സ്പൈൻ ഒരു കർവേച്ചർ ഉണ്ട്, ആ കർവേച്ചർ നഷ്ടപ്പെടുക, നമ്മുടെ സെർവൈക്കൽ സ്പൈനിനുള്ള വളവ് കുറഞ്ഞു പോവുക, അല്ലെങ്കിൽ അപ്പർ ബാക്ക് ഒരു കൂന് പോലെ വരിക, അങ്ങനെയുള്ള കണ്ടീഷൻസ് ആവാം. ഇനി അതും അല്ലെങ്കിൽ ഡിസ്കിന് വരുന്ന തേയ്മാനത്തിലേക്ക് എത്തിക്കാം, ഞരമ്പിന് കംപ്രഷനിലേക്ക് പോവാം. ഇങ്ങനെ പല അസുഖങ്ങളിലേക്ക് ഇത് പോകെ നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കും. അപ്പോൾ വളരെ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഇതിൽ കൊണ്ടുവരാനായിട്ട് പറ്റും. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്ക് എപ്പോഴും 0 ഡിഗ്രി ന്യൂട്രൽ പൊസിഷനിൽ വെച്ചുകൊണ്ട് മാത്രം ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ കൃത്യമായ ഇടവേളകൾ എടുക്കുക, എക്സസൈസ് റെഗുലറായിട്ട് ചെയ്യുക, വെള്ളം നന്നായിട്ട് കുടിക്കുക, ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുക. ഇനി നിങ്ങൾക്ക് വേദനയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അതിലും ഇതേപോലെ എക്സസൈസ് ചെയ്യാം, ഫിസിയോതെറാപ്പി ചെയ്യാം, ഹോട്ട് പാക്ക് അപ്ലിക്കേഷൻസ് ചെയ്യാം. നല്ല രീതിയിൽ പെയിന് വരിക, അല്ലെങ്കിൽ തരിപ്പ് വരിക, വീക്ക്നെസ് വരിക, ഇങ്ങനെയുള്ള കണ്ടീഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് തന്നെയായാലും ഒരു വിദഗ്ധ ഡോക്ടറുടെ അഭിപ്രായം തേടേണ്ടതാണ്.